നമസ്കാരം. അമേരിക്കയുടെ ചിറകരിയാൻ റഷ്യയുടെ പേടകം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ്. അമേരിക്കയുടെ ലക്ഷ്യവും നീക്കങ്ങളും ഒക്കെ എണ്ണിപ്പറയുകയാണ് റഷ്യ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിൽ കുരുക്കി മുന്നോട്ട് പോകുന്ന അമേരിക്കയുടെ തന്ത്രം അല്ലെങ്കിൽ ട്രംപിന്റെ തന്ത്രത്തെ നിശിതമായി വിമർശിക്കുകയാണ് റഷ്യ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് തടയാൻ സമ്മർദ്ദ തന്ത്രം പയറ്റുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായിട്ടാണ് റഷ്യ എത്തിയിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള സ്വാധീനം നേടാനായിട്ട് താരിഫ് ഉപരോധം തുടങ്ങിയ നടപടികളിലൂടെ ടീം ട്രംപ് മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോവ് കുറ്റപ്പെടുത്തുന്നത്. അലാസ്കയിൽ പുടിനും ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ യുക്രൈൻ വിഷയത്തിൽ ധാരണയിലെത്തിയതായിരുന്നു. എന്നാൽ റഷ്യ കരാറിൽ ഒപ്പുവെക്കുവാൻ തയ്യാറായിട്ടും അമേരിക്ക കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന രാജ്യങ്ങളെ തടയാൻ കൂടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമുദ്രത്തിലെ നിയമങ്ങൾ ലംഘിച്ച് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ത്യ അടക്കമുള്ള പങ്കാളികൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് മുടക്കി ഉയർന്ന വിലയ്ക്ക് അമേരിക്കയുടെ LNG വാങ്ങാൻ നിർബന്ധിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇന്ധന വിതരണ രാജ്യങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഈ മേഖലയിൽ അധീശത്വം സ്ഥാപിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കയുടെ ഈ നീക്കം തെറ്റാണ് എന്നും അദ്ദേഹം വളരെ നിസ്സംശയം പറയുകയാണ്. അപ്പോൾ ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള പ്രവൃത്തിയല്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ട്രംപിന്റെ ചൂണ്ടയിൽ കുടുങ്ങിപ്പോയ മറ്റൊരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടായത്? കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശും US തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്. 20% നിന്ന് തീരുവ ഏകദേശം 19% കുറച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം ബംഗ്ലാദേശിന്റെ കാർഷിക വിപണിയിലേക്ക് കൂടുതൽ കടന്നുകയറ്റം നടത്തുവാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്വന്തമാക്കിയിരിക്കുന്നു. മറുവശത്ത് ധാക്കയിൽ നിന്നുള്ള വസ്ത്ര കയറ്റുമതിക്ക് കൂടുതൽ അനുകൂല സമീപനമാണ് US ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രത്യേകതരം ഗാർമെന്റ്സ് ഉൽപ്പന്നങ്ങൾ US വിപണിയിൽ സീറോ താരിഫിൽ വിൽക്കാമെന്ന കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യൻ വസ്ത്ര വ്യാപാര അല്ലെങ്കിൽ വസ്ത്ര കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. ആദ്യഘട്ട വിലയിരുത്തൽ അങ്ങനെയാണ് വരപ്പെടുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ നിന്നുള്ള എല്ലാത്തരം വസ്ത്ര കയറ്റുമതിക്കും സീറോ തീരുവ ലഭിക്കില്ല എന്നതാണ് സത്യം. എന്നാൽ ബംഗ്ലാദേശിന് മുന്നിൽ നല്ല ഓഫർ വെച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് US ശ്രമിച്ചത് എന്ന പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. തീർത്തും വാണിജ്യ താല്പര്യത്തിലെടുത്ത തീരുമാനമാണിത്. US ഒരൊറ്റ ലക്ഷ്യം മാത്രം: വസ്ത്രനിർമ്മാണത്തിന് തങ്ങളുടെ രാജ്യത്ത് നിന്നുള്ള കോട്ടൺ ബംഗ്ലാദേശിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക. ബംഗ്ലാദേശ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഉൽപാദകരിലൊന്നാണ്. US കയറ്റുമതിയും ഉയർന്ന നിലയിലാണ് നടക്കുന്നത്. നിലവിൽ ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അവർ കോട്ടൺ വാങ്ങുന്നത്. കൂടുതൽ ഗുണമേന്മയും കുറഞ്ഞ വിലയുള്ളതുമാണ് ഇന്ത്യൻ കോട്ടൺ. എന്നാൽ US നിന്നുള്ള കോട്ടൺ കൂടുതൽ വിലയേറിയതാണ്. ഗുണമേന്മ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടേതിനേക്കാൾ താഴ്ന്നതുമാണ്. അപ്പോൾ US സീറോ താരിഫിൽ എത്താമെന്നത് കരുതി അവിടെ നിന്നുള്ള കോട്ടൺ വാങ്ങിയാൽ ബംഗ്ലാദേശിലെ മില്ലുകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ഉൽപാദന ചെലവ് കുത്തനെ ഉയരും. US വിപണിയിൽ മത്സരിക്കുവാനുള്ള പ്രാപ്തി കുറയും. ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ 20% അധികം വില കൂടുതലാണ് US കോട്ടണിനുള്ളത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശി കയറ്റുമതിക്കാർ US കോട്ടണിനോട് വലിയ താല്പര്യം കാണിച്ചേക്കില്ല. അപ്പോൾ US മാർക്കറ്റിനൊപ്പം ഇന്ത്യൻ കമ്പനികൾക്ക് ഇനി മുതൽ യൂറോപ്യൻ വിപണിയും വിശാലമായി കിട്ടുകയാണ്. ജനുവരി 27 ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര കരാർ അനുസരിച്ചിട്ട് ഇന്ത്യൻ ഗാർമെന്റ്സ് കമ്പനികൾക്ക് യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലും തീരുവയില്ലാതെ പ്രവേശനം ലഭ്യമാക്കും. നിലവിൽ ബംഗ്ലാദേശിന് യൂറോപ്യൻ വിപണിയിലേക്ക് സീറോ താരിഫാണുള്ളത്. എന്നാൽ ഈ ആനുകൂല്യം അധികം വൈകാതെ അവസാനിക്കും. ഇതോടെ 12.5% നികുതി ബംഗ്ലാദേശിന്റെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കപ്പെടും. അപ്പൊ ബംഗ്ലാദേശുമായിട്ടുള്ള കരാറ് വാർത്ത വന്നതിന് ശേഷം, അങ്ങനെ ഒരു കരാർ ഉണ്ടായി എന്നുള്ള വാർത്ത, US ബംഗ്ലാദേശുമുള്ള വാർത്ത വന്നതിന് ശേഷം ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഓഹരികൾ നഷ്ടത്തിലാണ്. ആ ട്രെൻഡാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കിറ്റക്സ് അടക്കമുള്ള സ്ഥാപനങ്ങൾ അവരുടെ ഓഹരികൾ ഏകദേശം 4% ഇടിഞ്ഞു പോകുന്നു. ഗോകുൽദാസ് എക്സ്പോർട്സ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള മറ്റ് സമാന ഓഹരികളിലും ഇടിവിൽ എത്തുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കുതിപ്പിനെ തടയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള ട്രംപിന്റെ തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങളിൽ വീണുപോകുന്ന ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ബുദ്ധിമാന്മാരുടെ നാടാണല്ലോ, മരമണ്ണന്മാരുടെ നാടല്ലല്ലോ. പക്ഷെ അങ്ങനെ വീണുപോകുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ അമേരിക്കയുടെ ചിറകരിയേണ്ടത് അത്യാവശ്യമാണ്. അതിന് റഷ്യയുടെ പേടകം തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം റഷ്യ ഇനി ചെയ്യാൻ പോകുന്നത് റഷ്യക്കെതിരെയുള്ള ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നീക്കത്തിന് തടയിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയുമായി നടക്കുന്ന വ്യാപാര കരാറുകളിലടക്കം ഇപ്പോൾ ഒരു നിർത്തൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വരുന്ന മാസം ഇന്ന് തൊട്ട് ഈ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടങ്ങളിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല റഷ്യയിൽ നിന്ന്. ഇങ്ങനെ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സമീപനം ട്രംപ് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ട്രംപ് പറയുന്നിടത്തുനിന്ന് സാധനം വാങ്ങിക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് എത്തും. പക്ഷെ അതൊരു നാണക്കേടാണ്. അത്തരത്തിലേക്ക് ഇന്ത്യയും തരംതാണ് പോകുന്നുണ്ട് എങ്കിൽ അത് ഒരിക്കലും ആശാസ്യമായ പ്രവൃത്തിയല്ല. ഇനി ഈ ബംഗ്ലാദേശുമായിട്ടുള്ള കരാറിൽ ബംഗ്ലാദേശിനെ ഏത് തരത്തിലാണ് കുഴിയിൽ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയും
ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയാണ് ട്രംപ് നടത്തുന്നത്. അതുകൊണ്ട് അധികം വൈകാതെ റഷ്യയുടെ പേടകം അമേരിക്കയുടെ ചിറകരിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് അമേരിക്കയ്ക്കെതിരെ ഇനി യുദ്ധം ചെയ്യാൻ പോകുന്നത് റഷ്യ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കി കൊണ്ടുപോകുന്ന ട്രംപിനെ പിടിച്ചു കെട്ടുക എന്നൊരു സമീപനം തന്നെയായിരിക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നടത്താൻ പോകുന്നത്. റഷ്യക്കുള്ള പിന്തുണ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നൽകുകയും ചെയ്യും.